മോലേക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം രാജാവ് എന്നാണ്. എബ്രായയിൽ മെലേക്ക് എന്നാണ് പറയുന്നത്. മൽക്കാം യിരെമ്യാവ് 49:1-3, മൽക്കാം സെഫന്യാവ് 1:5, മോലോക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 7:43, ആമോസ് 5:26 രാജാവെന്ന് വിവർത്തനം ചെയ്തിരിക്കുന്നു. മിൽക്കോം 1 രാജാക്കന്മാർ 11:5-33, മോലേക്ക് 1 രാജാക്കന്മാർ 11:7, മോലേക്ക് യെരമ്യാ പ്രവചനം 32:35. അമ്മോന്യരുടെ ഒരു ദേവനാണ്. 1 രാജാക്കന്മാർ 11-5-33 വാക്യങ്ങൾ. യെരമ്യാ പ്രവചനം 32:35 ബാലിനോട് ചേർത്താണ് മോലേക്കിനെ പറഞ്ഞിട്ടുള്ളത്. മോലേക്ക് ഒരു പ്രത്യേക ദേവനല്ലെന്നും സ്ഥാനപ്പേർ മാത്രമാണെന്നും കരുതുന്ന പണ്ഡിതന്മാരുമുണ്ട്. മോലേക്ക് ദേവന് കുഞ്ഞുങ്ങളെ അഗ്നിപ്രവേശം ചെയ്യിച്ചിരുന്നു. അമ്മോന്യർ തങ്ങളെ സംരക്ഷിക്കുന്ന പിതാവായിട്ടാണ് മോലേക്കിനെ ആരാധിച്ചിരുന്നത്. മോലേക്കിനെ ആരാധിക്കരുതെന്ന് യഹോവ ഇസ്രായേൽ ജനത്തോട് കർശനമായി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ലേവ്യ പുസ്തകം 20-2-5 വിശ്വാസഭ്രഷ്ടരായ രാജാക്കന്മാർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ അഗ്നിപ്രവേശം ചെയ്യിച്ചു. 2 രാജാക്കന്മാർ 17-18 വാക്യങ്ങൾ. ഇസ്രായേലിലെയും യഹൂദയിലെയും രാജാക്കന്മാർ അങ്ങനെ ചെയ്തിരുന്നു. 2 രാജാക്കന്മാർ 17-18, യെഹെസ്കേൽ പ്രവചനം 23:4, 36-39. ശലോമോൻ രാജാവ് യെരുശലേമിനെതിരെയുള്ള മലയിൽ മോലേക്കിന് പൂജാഗിരി പണിതു. 1 രാജാക്കന്മാർ 11:7-8. യഹൂദ രാജാക്കന്മാരിൽ ആഹാസും മനശ്ശെയുമാണ് തങ്ങളുടെ സന്തതികളെ അഗ്നിപ്രവേശം ചെയ്യിച്ചത്. ആരും തൻ്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശം ചെയ്യിക്കാതിരിക്കേണ്ടതിന് ബെൻഹിന്നോം താഴ്വരയിലെ ദഹന സ്ഥലത്തെ യോശിയ രാജാവ് അശുദ്ധമാക്കി. 2 രാജാക്കന്മാർ 23-10-13. എന്നാൽ ഈ ആചാരം പൂർണ്ണമായി മാറിയില്ല. യെഹെസ്കേൽ പ്രവാചകന്റെ കാലത്ത് അത് തുടർന്നു എന്ന് യെഹെസ്കേൽ പ്രവചനം 20:31 നമ്മൾ വായിക്കുന്നുണ്ട്.